അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, രേഖകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണേ ചെയ്യേ. രേഖകൾ കയ്യിലില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് നിങ്ങൾ ആ രേഖകൾ നിങ്ങളുടെ കയ്യിൽ ഓർക്കുക. ചിലപ്പോൾ മാർക്ക് ലിസ്റ്റ് ആകും, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് ആകും, ചിലപ്പോൾ ഹോൾ ടിക്കറ്റ് ആകും, ചിലപ്പോൾ പ്രമാണമാകും, ചിലപ്പോൾ നക്കലാകും, ചിലപ്പോൾ പറമ്പ് തരം മാറ്റാനുള്ള അപേക്ഷയാകും, ചിലപ്പോൾ നിങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടാൻ വേണ്ടിയുള്ള പ്രയാസത്തിൻ്റെ അതിനുള്ള അപേക്ഷ. എല്ലാം മനസ്സുകൊണ്ട് ഓർക്കുക. ആ രേഖകൾ ലഭിക്കാൻ ആവശ്യമായ രേഖകൾ വിസയുടെ രേഖകളാകാം, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ രേഖകളാകാം, അല്ലെങ്കിൽ വിസ ഇൻ്റർവ്യൂ ആകാം. എല്ലാം രേഖകൾ മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഫയലിലുള്ള മുഴുവൻ രേഖകൾ നിങ്ങൾ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാൻ വില്ലേജ് ഓഫീസർ തൊട്ട് കളക്ടർ വരെ മന്ത്രി വരെ നിങ്ങളുടെ ഓരോരോ കമ്പനികളിൽ CEO വരെ ബോസ് വരെ സമർപ്പിക്കാനുള്ള എല്ലാ രേഖകളും മനസ്സിൽ സൂക്ഷിക്കുക. കർത്താവേ, അങ്ങയുടെ മക്കളുടെ രേഖകൾ ഞാനിന്ന് പ്രാർത്ഥിക്കുകയാണ്. ചിലർക്ക് രേഖകളില്ല, ചിലർക്ക് നഷ്ടപ്പെട്ടു, ചിലർക്ക് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ, സമയത്ത് കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ രേഖകളും, ചിലർക്ക് രേഖ കൊടുക്കണില്ല, മനഃപൂർവ്വം കൊടുക്കണില്ല, കൈക്കൂലി ഇല്ലാത്തവന് കൊടുക്കണില്ല, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള വൈകല്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല, അല്ലെങ്കിൽ വേറെ താല്പര്യങ്ങളുള്ളതുകൊണ്ട് കൊടുക്കണില്ല. അങ്ങനെയുള്ള പൈശാചികമായ തടസ്സങ്ങൾ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ നിന്റെ മുഴുവൻ രേഖകളെ എൻ്റെ തടസ്സങ്ങൾ വിടുവിക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേഴ്സി ബാബു. ഞാൻ തൊടിപുഴയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക മാറിക ഇടവകയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 13/2/2000 ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടണം, ഒരിക്കലും ആർക്കും വെളിപ്പെടാത്ത ഒരു അഭിഷേകം കിട്ടണമെന്നാണ് ഞാൻ ആദ്യം ഒന്ന് വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു, സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, 12 വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ പിന്നെ ഒരു 2 വ്യക്തികൾ ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു, ആ പൈസ കിട്ടണം, ഇതൊക്കെയായിരുന്നു യോഗത്തിൽ വെച്ചിരുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തരാനുള്ള ആൾ പൈസ തന്നു. പിന്നെ ഞങ്ങൾ വീടുണ്ടാക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 1 വർഷത്തോളം ഞാനിവിടെ വന്നു 2019. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കോവിഡ് വന്നു കുറച്ച് നാളത്തേക്ക് പിന്നെ വരാൻ പറ്റിയില്ല. എന്നാലും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, ഒരു വീട് പണി തുടങ്ങാമെന്ന് ഓർത്ത് 2021 വീട് പണി തുടങ്ങുന്നത്. വീട് പണി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും മുടങ്ങി. വീണ്ടും മാതാവ് എന്നോട് പറയുന്ന പോലെ നീ കൃപാസനത്തിൽ പോകുന്നു പറയുമ്പോൾ തോന്നി. അതുപോലെ അപ്പോഴത്തേക്ക് എൻ്റെ ഉടമ്പടി പത്രിക കാണാതെ പോയിരുന്നു. അപ്പോൾ
22 ഒക്ടോബർ മാസത്തിൽ വീണ്ടും ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് ആ കോവിഡിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ കടയിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പോകണ്ട. അപ്പോഴത്തേക്കും എനിക്ക് നല്ല ആത്മീയമായ മേഖലയിൽ വലിയൊരു ഉണർവ് കിട്ടി. എൻ്റെ അടുത്ത് തന്നെ എനിക്ക് വിശുദ്ധ കുർബാനയോട് ഭയങ്കര ഇഷ്ടം. എത്ര വിശുദ്ധ കുർബാന കൂടിയാലും മതിയാവില്ല. അപ്പോൾ ഞങ്ങളുടെ ഇടവപ്പള്ളി എന്ന് പറയുന്നത് മാറിക ഫൊറോന പള്ളിയാണ്. അവിടെ രാവിലെ 6:30 കുർബാന. അവിടെ ഞാൻ പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭർത്താവിന് ജോലിക്കൊക്കെ പറഞ്ഞു വിട്ട് കൊച്ചും പോയി കഴിഞ്ഞ് മോളും പോയി കഴിയുമ്പോഴത്തേക്കും കൂത്താട്ടുകുളത്തുള്ള യുവദാശ്രയുടെ ഒരു പള്ളിയുണ്ട്. അവിടെ ചൊവ്വാഴ്ച 5 കുർബാനയുണ്ട്. 5 കുർബാനയുണ്ടെങ്കിൽ ഞാൻ 10 മണിയുടെ കുർബാനയ്ക്ക് പോകും. അവിടെ ഇരുന്ന് വീണ്ടും 11:30 അടുത്ത കുർബാനയും കൂടും. അത് ഞാൻ തിരിച്ചു പോരും. വീണ്ടും വൈകുന്നേരം അടുത്തുള്ള അന്തോണീസ് പുണ്യാളൻ്റെ ഒരു പള്ളിയുണ്ട്. അവിടെയും പോകും. 4 കുർബാന വരെ ഞാൻ കൂടുമായിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇഷ്ടമായിരുന്നു വിശുദ്ധ കുർബാന. അത് അതിൻ്റെ ആനന്ദം എന്നാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്കാവില്ല. ആരാധനയെ പങ്കെടുക്കാനും അതുപോലെ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് വീണ്ടും ഞങ്ങളുടെ വീട് പണി ആരംഭിച്ചപ്പോഴത്തേക്കും കുറേ ലോണൊക്കെ എടുത്താണ് വീട് പണിയാണ്. സ്ഥലം വിറ്റ് പണിയാണ്ടിരുന്നത്. സ്ഥലമൊന്നും വിറ്റില്ല. അതിനുശേഷം ഞങ്ങൾ കുറേ പേര് ഇങ്ങോട്ട് വന്ന് ആരോടും ഞാൻ പൈസ ചോദിക്കാറില്ല. മറ്റുള്ളവർക്ക് അവർ വിഷമം കേൾക്കുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെയാണ് സഹായിക്കേണ്ടത്, അവരെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിക്കൊണ്ട് വരേണ്ടതെന്നുള്ള ചിന്തകൾ ഞാൻ ഈശോയോട് പറയാമായിരുന്നു. ഞാൻ ആരുടെ മുമ്പിൽ ചെന്ന് പൈസ ചോദിക്കില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കൊരു വീട് തന്നാൽ മതി. അപ്പോൾ എന്നെ അറിയുന്ന ചേച്ചിമാർ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ സഹായിച്ചു. അങ്ങനെ വീട് പണി പൂർത്തിയായി. 2023 ജനുവരിയിൽ ഞങ്ങളുടെ വീട് കയറി താമസിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു കട മേടിച്ചു. അങ്ങനെ കുറച്ചുകൂടി ബാധ്യതകൾ കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ പിന്നെ പൈസ കൊടുക്കണമല്ലോ. സ്ഥലമൊന്നും വിൽക്കാനായിട്ട് വീണ്ടും പറ്റിയില്ല. അപ്പോൾ പൈസ സൊസൈറ്റിയിൽ പൈസ അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ 3-4 വർഷമായിട്ട് സൊസൈറ്റിയിൽ ലോൺ പുതുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഈ 2026 മാർച്ച് 31 ലോൺ പുതുക്കിയില്ലേ ജപ്തിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് പൈസ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാം. മാതാവേ, എനിക്കൊരു സഹായം ആരും കൊണ്ട് തരുന്നില്ലല്ലോ. എൻ്റെ അടുത്ത് ആര് വന്ന് ചോദിച്ചാലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് ഒരു ചേച്ചി, എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഒരു ചേച്ചി ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് മേസിക്ക് എത്ര രൂപ കുറവുള്ളതെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്തു തന്നിട്ട് ചേച്ചി വേഗം പോയി ഞാൻ ലോണിൻ്റെ അടയ്ക്കേണ്ട പൈസ കൊണ്ടുപോയി അടച്ചു. അത് കഴിഞ്ഞ് വീണ്ടും പ്രശ്നങ്ങൾ അവിടെ തീരുന്നില്ല. ഓരോന്നും അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏപ്രിൽ 15 വിഷുവിൻ്റെ അന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോവുക. കോതമംഗലത്ത് എൻ്റെ വീട്ടിലേക്ക് ഞാനും എൻ്റെ മകളും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ബസ്സിലിരുന്നപ്പോൾ അങ്ങനെ കൊന്തയിലിക്കൊണ്ട് എപ്പോഴും ഇരിക്കുന്നത്. കൊന്തയിലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പതുക്കെ മയങ്ങിപ്പോയപ്പോഴത്തേക്കും എൻ്റെ നേരെ വന്നിട്ട് മാതാവ് ഒരു ചേച്ചി ഇങ്ങനെ കുറച്ച് പൂ എൻ്റെ നേരെ വിതറുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്നെ ഈ പൂ ഇടണേന്ന് ഓർത്ത് മയങ്ങിയപ്പോഴത്തേക്കും തൊട്ടരികിലായിട്ട് മാതാവ് നിൽക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കുറേ വിഷമങ്ങളുണ്ടായിരുന്നു. അതെല്ലാം എങ്ങോട്ട് പോയെന്ന് എനിക്കറിയില്ല. ചോർന്ന് പോകുമ്പോൾ വിഷമങ്ങളെല്ലാം മാറിപ്പോയി. അതിനുശേഷം എനിക്ക് ധ്യാനിപ്പിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്. ആ സിസ്റ്ററെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് വർത്താനം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, കൃപാസന മാതാവ് അടുത്ത് നിൽപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കണമെന്ന്. ആ ദിവസം തന്നെയാണ് അത് സംഭവിക്കുന്നത്. അതും എനിക്ക് വളരെ സന്തോഷമായി. വീണ്ടും ഞാൻ പിന്നെ നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മാതാവ് ഓരോരോ അത്ഭുതങ്ങൾ, പോസിറ്റീവായിട്ടുള്ള ഓരോ ദർശനങ്ങളെല്ലാം ഈശോ കാണിച്ചു തരാൻ തുടങ്ങി. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ വീണ്ടും എല്ലാ ഞായറാഴ്ച ഇവിടെ വരും. വീട്ടിൽ നിന്ന് രാവിലെ തലേദിവസം രാത്രി ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇവിടെ ബസ്സിൽ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒത്തിരി ചേച്ചിമാർ ഓടി വരും, മോളെ ഒരു ചപ്പാത്തി മേടിക്കാൻ പൈസ താ, ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പൈസ താന്ന് പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും എനിക്ക് വിഷമം തോന്നും. അപ്പോൾ ദൈവം ഇവർക്ക് എന്താ കൊടുക്കണ്ടേ? അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് തലേ ദിവസത്തേക്ക് അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണമൊക്കെ ഒരുക്കി വയ്ക്കും. രാവിലെ ഒരു 3 മണിയാകുമ്പോൾ അത് പാകപ്പെടുത്തും. ഞാൻ കുളിച്ചിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അതെല്ലാം എൻ്റെ മകളും കൂടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. ഞാൻ അതുമായിട്ട് 5:30 ബസ്സിന് അവിടെ നിന്ന് പോന്നു കഴിഞ്ഞ് ഇവിടെ വന്ന് 3 ബസ് കയറിയാണ്. ഞാൻ നിലത്തൊന്നും വെക്കില്ല. എൻ്റെ ഈശോ, നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ വരുമ്പോൾ നമ്മുടെ ഈശോ വന്ന് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഏറ്റവും നല്ലതല്ലേ കൊടുക്കണേ? അങ്ങനെ ഏറ്റവും നല്ലത് നോക്കി. പുള്ളിക്കാരനാണെങ്കിൽ അവർക്ക് കാപ്പിയാണ് കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെയായിട്ട് നാടൻ ഏത്തപ്പഴവും നാടൻ മുട്ടയും മേടിച്ച് വെച്ച് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത് അതൊരു വഴിപാട് തീർക്കും പോലെയല്ല, ഏറ്റവും നന്നായി കൊടുക്കണമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് അത് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ചേച്ചിമാർക്കും അത് കൊടുക്കുമ്പോഴത്തേക്ക് അവസാനം തികയില്ല. അപ്പോൾ ഞാൻ അവസാനത്തെ പൊതി എടുക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കും, മറ്റുള്ളവരുടെ മുഖം കാണാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അത് കൊടുക്കുന്നു. പിന്നെ ഇങ്ങനെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ട് കുറേ ആഴ്ചകളായി. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് കുറേ ജപമാലയല്ലോ. ഇപ്പം തന്നെ ഇവിടെ ഇരുന്നിട്ട് 19ാമത്തെ ജപമാലയാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഒരു മടുപ്പുമില്ല, ഒരു ഭക്ഷണവും കഴിക്കില്ല. ഉപവാസം എടുത്തിട്ടാണ് വരുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉപവാസമായിരുന്നു. വീട്ടിൽ ചെന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ
അത് കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ ഇവിടെ നിന്നിട്ട് ഓരോ ദിവസം പറഞ്ഞിട്ട് പോകും. ജൂലൈ 2-ാം തീയതി എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. ജൂലൈ 14-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷം പൂർത്തിയാവുക. അപ്പോൾ 5 ലക്ഷം രൂപ ഒരു ഫ്രണ്ട്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ചോദിച്ചു. അപ്പോൾ കൊടുക്കണേ എങ്ങനെയാണ്? ഈ 2 ദിവസങ്ങൾ ഈ ജൂലൈക്കും 2-ന് ജൂലൈ 14-ന് ഇടയ്ക്ക് മാതാവ് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കണം, ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. എനിക്ക് മാതാവിനോട് ഓരോ ദിവസവും ഇവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കും, കൊന്തയിലും. അതിനുശേഷം ഇവിടെ നിന്നിട്ട് ഞാൻ നേർച്ചയിട്ടിട്ട് മാതാവിനോട് ഇത് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ജൂലൈ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ കൊച്ചനോട് പറഞ്ഞു, അമ്മേ നമ്മുടെ തിരി കത്തിച്ചുകൊണ്ടിരുന്ന തിരി ഞാനിങ്ങോട്ട് പോകുന്നതുകൊണ്ട് അവർ തന്നെ, ഞാൻ നേരത്തെ പോകുന്നതുകൊണ്ട് അവരെ ചെല്ലിയത്. അമ്മേ നമ്മുടെ തിരി 3 ദിവസം കൊണ്ട് നീലത്തിരി കത്തിക്കഴിഞ്ഞു അമ്മേ, അതിൻ്റെ അകത്ത് 7 എന്നൊരു അടയാളം കാണുന്നുണ്ടെന്ന് പറഞ്ഞു. 3 ദിവസം കൊണ്ട് ഒരു നീലത്തിരി ഏതാണ്ട് 20-30 ദിവസം കത്തിക്കുന്ന തിരി 3 ദിവസം കൊണ്ട് കത്തിക്കഴിയുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ 7-ാം തീയതി കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൊവ്വാഴ്ച ഒരു 12:30 ആയി കാണും. എൻ്റെ ഫ്രണ്ട്സായ ആ ചേച്ചി, എന്നെ ആദ്യം സഹായിച്ച ചേച്ചി എന്നെ ഓടി വന്നിട്ട്, മേഴ്സി എന്തിനാണ് വിഷമിക്കണേന്ന് പറഞ്ഞ് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്ത് തന്നിട്ട് ചേച്ചി പോയി. മാതാവ് ചെയ്തു തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. വീണ്ടും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവത്തിൻ്റെ കരം ഞങ്ങളെ താങ്ങി നിർത്തുന്നത് എങ്ങനെയാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു വഴി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഉടമ്പടി എടുത്ത് 2019 ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ മാതാവിനോട് ഇവിടെ നിന്നൊരു കാര്യം പറഞ്ഞിട്ടാണ് പോയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ, ചായ എത്ര ഗ്ലാസ് കുടിച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാതാവിനോട് പറഞ്ഞു, 1 വർഷത്തേക്ക് എനിക്ക് ചായ കൂടി ഒന്ന് മാറ്റണം മാതാവ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ 1 വർഷത്തേക്ക് ഞാൻ ആഗ്രഹിച്ചത് ഇന്ന് ഇപ്പോൾ 7 വർഷമായിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായ പോലും പാൽ ചായ കുടിച്ചിട്ടില്ല, കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. മാതാവിന് വേണ്ടിയിട്ടാണ്, ഈശോയ്ക്കും മാതാവിന് വേണ്ടിയിട്ടാണ് ഞാനത് മാറ്റി വെച്ചത്. പിന്നെ ഈ 50 ദിവസം, ഈ 50 ദിവസം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം ഒരു നേരത്തെ ഫുഡ് കഴിച്ച് ഉപവാസം എടുത്താണ് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഈശോയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ മറ്റുള്ളവർ ആര് നമ്മുടെ അടുത്ത് വന്നാലും ആരും വിഷമിപ്പിക്കാറില്ല. അവർക്ക് നമുക്കില്ലെങ്കിൽ പോലും അവർക്ക് ഉള്ളത് മാറ്റി വെച്ചിട്ട് നല്ലത് നോക്കി എടുത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ വസ്ത്രമില്ല എന്ന് പറയുന്നവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുക്കാനും. പിന്നെ കഴിഞ്ഞ ക്രിസ്തുമസിന് ഒരു ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു. ആ ചേച്ചി ഇങ്ങനെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പൈസ അതിന് ഫുഡ് മേടിക്കാനായി കൊടുത്തു. മക്കൾക്ക് ക്രിസ്തുമസിനൊന്നും കൊടുക്കാനായിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചി, കല്യാണം കഴിക്കാത്ത ഒരു ചേച്ചിയാണ്, ഒരു ടീച്ചറാണ്. ആ ടീച്ചർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഈ ഇടയാൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിനെ കണ്ടോയെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് ആദ്യം ഓർമ്മ കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അന്നേരം അവർക്ക് എന്നാ ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചു. ചെറിയൊരു സഹായം ചെയ്തെന്ന് പറഞ്ഞു. അത് ഈശോ കണ്ടിട്ടുണ്ട്, അത് അവർക്ക് ഒത്തിരി വിഷമിച്ചിരിക്കുന്ന സമയത്ത് അത് കിട്ടിയ, അതുകൊണ്ട് വളരെ ഈശോയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എങ്ങനെയായാലും ഉണ്ടാവാതിരിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കോവിഡ് സമയത്ത് വീട്ടിലിരിക്കുകയാണല്ലോ, അത് പ്രാർത്ഥനാ ജീവിതം വളരെ നന്നായിട്ട് കൊണ്ടുപോകാനും ആ സമയങ്ങളിലെല്ലാം 40 ജപമാലയെല്ലാം ചെല്ലാനുള്ള കൃപ മാതാവ് തന്നു. പിന്നെ 3 രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 5 ജപമാല വെച്ച് മിറ്റിലേൽ മുട്ടുകുത്തി നിന്ന് ചെല്ലാനും, മുട്ടിൻ്റെ അകത്തേക്ക് ദശയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കല്ല് കയറിയിട്ട് ചോര കൂർത്ത് വരും. അന്നേരം ഒരു വിഷമവും ഇല്ല, എല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഒരിക്കലും ഒരു വിഷമമില്ലാതെ പ്രാർത്ഥിക്കാൻ കഴിയണം, തടസ്സങ്ങളില്ലാതെ. ഈശോയായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ സർവസ്വവും, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ആവണം എന്നാഗ്രഹിച്ചു. അതെല്ലാം അങ്ങനെ പറ്റുന്നുണ്ട്. പിന്നെ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം അവിടുന്ന് നീതി നടത്തി തരില്ലേ, അവിടുന്ന് കാലവിളംബം വരുത്തുമോ? ലൂക്കാ 18:7 പറയുന്നു, രാത്രി കിടക്കുമ്പോൾ ഞാൻ കുരിശ് വരച്ചിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും മനസ്സിൽ കിടക്കുന്നത്. ലോകരക്ഷകനായ ഈശോയെ, സ്വർഗ്ഗത്തിലെ അപ്പച്ചാ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴും അത് നമ്മുടെ മനസ്സിലിങ്ങനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതെനിക്ക് വലിയൊരു ശക്തിയാണ്, എന്നെ ഓരോ നിമിഷം വഴി നടത്തുന്നത് ഈ ഒരു കൃപയാണ്. ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഇനി പറയാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പറയാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. 115 സങ്കീർത്തനം 12 തിരുവചനം. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹറോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. മെസ്സി ബാബു എന്ന ഈ മകളുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അത്ഭുതങ്ങൾക്ക്, അനുഗ്രഹങ്ങൾക്ക്, അഭിഷേകത്തിന് ഇന്ന് മേഴ്സി ബാബുവിടെ നന്ദി പറയുകയാണ്. 12 വർഷക്കാലമായി അവർ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. സ്വന്തം ഒരു വീട് എന്നൊരു വലിയ സ്വപ്നം അവർ മനസ്സിൽ വെച്ച് ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പരിശുദ്ധ അമ്മ ലോൺ അടയ്ക്കേണ്ട സമയങ്ങളിലും പ്രതിസന്ധികളുടെ സമയങ്ങളിലുമെല്ലാം 7 എന്ന അടയാളത്തിൽ സ്നേഹവും സാമീപ്യവും നൽകി ഈശോയുടെ തിരുരക്തത്തോട് ചേർന്ന് അവിടുത്തെ വില കൊടുത്ത് വാങ്ങിയതിൻ്റെ വലിയ സാമീപ്യം നൽകി അനുഗ്രഹിച്ചതിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ ദർശനത്തിൽ എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി എന്ന് ഈ മകളേറ്റ് പറയുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് അറിയാവുന്നതുപോലെ പത്രോസ് താബോർ മലയിലെ രൂപാന്തരീകരണം ഈശോയ്ക്കുണ്ടായപ്പോൾ ഈശോയോട് പറയുന്നുണ്ട്, ഞാനിവിടെ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് മോശയ്ക്ക്. തന്നെ കുറിച്ച് മറന്നുപോകുന്ന ഒരു ജീവിതാനുഭവം പത്രോസിനുണ്ടായതായിട്ട് സുവിശേഷം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കാവുന്ന തരത്തിലുള്ള കാരുണ്യ പ്രവൃത്തികൾ പോലും ചെയ്യാൻ ഇന്ന് ഈ സഹോദരിക്ക് സാധിക്കുന്നുണ്ട്. ഒരു സഹോദരനിവിടെ സാക്ഷ്യം പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിനക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യണം, അപ്പോൾ മാത്രമേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. ആ സഹോദരന് ബിരിയാണി വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അദ്ദേഹം പൊതിച്ചോറ് കൊടുത്തിരുന്നത് ബിരിയാണി, കാരണം എനിക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് വളരെ സന്തോഷത്തോടു കൂടി കൊടുക്കണം എന്നുള്ള താല്പര്യത്തോടു കൂടി കാരുണ്യപ്രവൃത്തികൾ ചെയ്തിരുന്ന ഒരു സാക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്നു. മേഴ്സി ബാബുവിൻ്റെ ഇതുപോലെ സമാനമായ ഒരു സാക്ഷ്യമാണ്. കാരണം മറ്റുള്ളവർക്ക് നാടൻ മുട്ടയും പഴവും കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാൻ മാത്രം ഒരു വലിയ തുറന്ന മനസ്സ് ഈശോയെ സ്നേഹിക്കുന്നതാണ്. ഈശോയെ എത്രമാത്രം സ്വീകരിച്ചാലും ഈശോയെ സ്നേഹിച്ചാലും മതിയാകാത്ത ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് ഇന്ന് ആനയിച്ച് ഉടമ്പടി വളരെ കൃത്യമായി ജീവിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. അതുപോലെ തന്നെ 25ാമത്തെ വർഷം അവരുടെ ജൂബിലിയാണ്, വിവാഹ ജൂബിലി. അതിനെ ഈശോയ്ക്ക് നന്ദി പറയുകയാണ്. വളരെ സമാധാനത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും പരിശുദ്ധ അമ്മയുടെ സഹവാസവും പരിശുദ്ധ അമ്മ അവരോട് കൂടെ നടക്കുന്ന അനുഭവം അവർക്കുണ്ട്. ഞാൻ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. ഈ സാക്ഷ്യത്തോടൊപ്പം വീടില്ലാതെ, വഴിയില്ലാതെ, വെളിച്ചമില്ലാതെ, വെള്ളമില്ലാതെ ജീവിതത്തിൽ വാടകയ്ക്ക് ജീവിക്കുന്ന വളരെ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ, കണ്ണുനീരിനെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മേഴ്സി ബാബുവിൻ്റെ ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.